ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ 7ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം 5ാമത്തെ അധ്യായം നമ്മുടെ ഭൂമി, ഈ ഒരു അധ്യായത്തിൻ്റെ അവസാന ഭാഗമാണ് ഇത്. ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അന്തരീക്ഷത്തിൻ്റെ ഘടന. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും മുകളിലേക്ക് പോകുന്തോറും ഊഷ്മാവിൽ ഏറ്റക്കുറച്ചിൽ അല്ലെങ്കിൽ വ്യത്യാസം അനുഭവപ്പെടും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തെ 5 പാളികളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, അയണോസ്ഫിയർ, എക്സോസ്ഫിയർ എന്നിങ്ങനെ 5 പാളികളായിട്ടാണ് അന്തരീക്ഷം സ്ഥിതി ചെയ്യുന്നത്. അന്തരീക്ഷത്തിൻ്റെ 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ടുള്ള ഹോമോസ്ഫിയർ, എട്രോസ്ഫിയർ. അതിൽ ഹോമോസ്ഫിയറിൻ്റെ ഭാഗമായിട്ടാണ് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, അയണോസ്ഫിയറും വരുന്നത്. അതായത് ഏകദേശം 100 കിലോമീറ്റർ വരെ. അതിനപ്പുറത്തേക്ക് എക്സോസ്ഫിയറാണ് വരുന്നത്. ഈ എക്സോസ്ഫിയർ ഹെട്രോസ്ഫിയറിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമുക്ക് ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് പഠിക്കാം. ട്രോപ്പോസ്ഫിയർ അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴെയുള്ള മണ്ഡലമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി 15 കിലോമീറ്റർ ഉയരം വരെയാണ് ട്രോപ്പോസ്ഫിയർ എന്ന മണ്ഡലം വ്യാപിച്ചിരിക്കുന്നത്. സ്ഥലകാലത്തിനനുസരിച്ച് ട്രോപ്പോസ്ഫിയറിൻ്റെ ഉയരം വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. അന്തരീക്ഷ ഊഷ്മാവിലും മിശ്രിതങ്ങളിലുമുള്ള വ്യത്യാസമാണ് ട്രോപ്പോസ്ഫിയറിൻ്റെ ഉയരം വ്യത്യാസപ്പെടാൻ കാരണം. ഭൂമധ്യരേഖാ പ്രദേശത്ത്, അതായത് ഭൂമിയോട് മധ്യേ പോകുന്ന 0 ഡിഗ്രി ഇക്വേറ്റർ പ്രദേശത്ത് 17 കിലോമീറ്റർ ഉയരം വരെയാണ് ട്രോപ്പോസ്ഫിയർ എന്ന മണ്ഡലം വ്യാപിച്ചിരിക്കുന്നത്. അതായത് ഭൂമധ്യരേഖാ പ്രദേശത്ത് ഉയരം കൂടുമ്പോൾ ധ്രുവപ്രദേശങ്ങളിലേക്ക് ചെല്ലുന്തോറും ഉയരം കുറഞ്ഞു വരുന്നു. ഏകദേശം 8 കിലോമീറ്റർ ആയിട്ട് അവിടെ കുറവാണ് ഉള്ളത്. വേനൽക്കാലത്ത് ട്രോപ്പോസ്ഫിയറിൻ്റെ ഉയരം ശൈത്യകാലത്തെ അപേക്ഷിച്ച് കൂടിയാണ് ഇരിക്കുക. ട്രോപ്പോസ് എന്നത് ഗ്രീക്ക് പദമാണ്. ട്രോപ്പോസ്ഫിയർ രൂപം കൊണ്ടത് ഈ ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. ഇടകലർന്ന അല്ലെങ്കിൽ കൂടിക്കലർന്ന എന്നാണ് ഈ ട്രോപ്പോസ് എന്ന പദത്തിൻ്റെ അർത്ഥം. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന പൊടിപടലങ്ങളുടെയും നീരാവിയുടെയും ഏതാണ്ട് 99% കാണപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. കാലാവസ്ഥാ പ്രതിഭാസങ്ങളായിട്ടുള്ള മേഘങ്ങൾ, മഴ, മഞ്ഞ്, ഇടിമിന്നൽ, ചക്രവാതങ്ങൾ, അതായത് ചുഴലിക്കാറ്റുകളില്ലേ, അതൊക്കെ കാണപ്പെടുന്നത്, അതായത് കാലാവസ്ഥാ പ്രതിഭാസങ്ങളെല്ലാം കാണപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. അതുമാത്രമല്ല, എല്ലാ ജീവജാലങ്ങളുടെ പ്രവർത്തനങ്ങളും ഏത് മേഖല കേന്ദ്രീകരിച്ചാണ്? ട്രോപ്പോസ്ഫിയർ കേന്ദ്രീകരിച്ചാണ്. ട്രോപ്പോസ്ഫിയറിൽ കാറ്റിൻ്റെ തീവ്രത മേലോട്ട് പോകുന്തോറും വർദ്ധിച്ചു വരുന്നു. ഈ ഒരു മേഖലയിൽ ഉയരം കൂടുന്തോറും ഊഷ്മാവ് കുറഞ്ഞാ വരുന്നത്. അപ്പോൾ പ്രസ്താവന തരത്തിൽ ചോദ്യം വന്നാൽ ഓർക്കേണ്ടത് കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ കാണപ്പെടുന്നു. മുകളിലേക്ക്, അതായത് ഉയരം കൂടുന്തോറും ഊഷ്മാവ് കുറഞ്ഞു വരുന്നു. കാറ്റിൻ്റെ തീവ്രത ഉയരങ്ങളിലേക്ക് പോകുന്തോറും വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. ഇനി ക്രമമായിട്ടുള്ള താപനഷ്ട നിരക്ക് അഥവാ നോർമൽ ലേപ്സ് റേറ്റ്, അത് അനുഭവപ്പെടുന്നത് എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. അതായത് ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുന്നു ട്രോപ്പോസ്ഫിയറിൽ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ക്രമമായിട്ടുള്ള താപനഷ്ട നിരക്ക് അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ. ടെസറിൻ ദി ബോട്ട് എന്ന ശാസ്ത്രജ്ഞനാണ് ട്രോപ്പോസ്ഫിയർ എന്ന പേര് നൽകിയത്. ടെസറിൻ ദി ബോട്ട്. ട്രോപ്പോസ്ഫിയറിൻ്റെ ഉയർന്ന വിതാനങ്ങളിലും ഒരേപോലെ താപനഷ്ടം സംഭവിക്കുന്നില്ല. ഒരു നിശ്ചിത ഉയരത്തിലെത്തുമ്പോൾ ക്രമമായിട്ട് ഊഷ്മാവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രക്രിയ അവിടെ വെച്ചിട്ട് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ട്രോപ്പോസ്ഫിയറിൻ്റെ പരിധി അവസാനിക്കുന്ന മേഖലയെ ട്രോപ്പോപാസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ശരിക്കും ഈ ട്രോപ്പോപാസ് എന്ന് പറയുന്നത് സ്ട്രാറ്റോസ്ഫിയറിനെയും ട്രോപ്പോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ഭാഗമാണ്. ഇവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. ഊട്ടി, മൂന്നാർ, കൊടൈക്കനാൽ തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിൽ തണുപ്പ് അനുഭവപ്പെടാൻ കാരണമെന്ത്? നമ്മൾ പഠിച്ചു, ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഊട്ടി, മൂന്നാർ, കൊടൈക്കനാൽ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് തണുപ്പ് അനുഭവപ്പെടുന്നത്.
ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിലായിട്ട് കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിലാണ്. ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി 50 കിലോമീറ്റർ വരെയാണ് സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ഉയരം. സ്ട്രാറ്റോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗങ്ങളിൽ 30 കിലോമീറ്റർ വരെ ഊഷ്മാവിൽ കാര്യമായിട്ട് വ്യത്യാസം അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ സമതാപ മേഖല അനുഭവപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. എന്നാൽ 50 കിലോമീറ്റർ ഉയരത്തിന് അടുത്ത് എത്തുമ്പോൾ ചെറിയ രീതിയിൽ അവിടെ മാറ്റം സംഭവിക്കുന്നുണ്ട്. അവിടെ താപനില ഉയർന്നു വരുന്നതായിട്ട് കാണാൻ പറ്റും. കാരണം ഈ പ്രദേശത്തുള്ള ഓക്സിജൻ രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ഓസോണായിട്ട് മാറുന്നതാണ് ഈ ഒരു താപവ്യത്യാസത്തിന് കാരണം. അതുമാത്രവുമല്ല, ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലം ചോദിച്ചാൽ അത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. സ്ട്രാറ്റോസ്ഫിയറിൽ നീരാവിയും സൂക്ഷ്മധൂളികളും ഇല്ല. വായുവിൻ്റെ തിരശ്ചീന ചലനമാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. വായുവ്യൂഹത്തിൽ അകപ്പെട്ട് അപകടങ്ങൾ ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ വിമാനങ്ങൾ സ്ട്രാറ്റോസ്ഫിയറിലൂടെയാണ് സഞ്ചരിക്കാറ്. സ്ട്രാറ്റോസ്ഫിയറിനെയും മീസോസ്ഫിയറിനെയും വേർതിരിക്കുന്നത് സ്ട്രാറ്റോസ്പാസ് ആണ്. സ്ട്രാറ്റോസ്ഫിയർ അവസാനിക്കുന്ന മേഖലയാണ് സ്ട്രാറ്റോസ്പാസ്. ഈ ഭാഗത്തുനിന്ന് നമ്മുടെ അടുത്ത് ചോദിക്കാവുന്ന ചോദ്യം എന്ന് പറയുന്നത്, ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണെന്ന് പഠിച്ചു. ഓസോൺ ദിനം എന്നാണ്? ഓസോൺ ദിനം സെപ്റ്റംബർ 16-നാണ്. ഓസോൺ ഭൂമിയുടെ രക്ഷാകവചമാണ്. സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തി ഭൂമിയെ സംരക്ഷിക്കുന്നത് അന്തരീക്ഷത്തിലെ ഓസോൺ വാതകങ്ങളുടെ സാന്നിധ്യമാണ്. ഇപ്പോൾ ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം അത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. അൾട്രാ വയലറ്റ് രശ്മികൾ ഭൂമിയിലേക്ക് പതിച്ചാൽ അതുകൊണ്ട് ഒരുപാട് ദോഷങ്ങൾ സംഭവിക്കും. ആഹാര ശൃംഖലയുടെ തകർച്ച, കൃഷിനാശം, സസ്യവളർച്ച മുരടിക്കൽ, അകാല വാർദ്ധക്യം, അന്ധത, തിമിരം, ത്വക്കിലുണ്ടാകുന്ന ക്യാൻസർ, ഇതിനൊക്കെ അൾട്രാ വയലറ്റ് രശ്മികൾ കാരണമാകാറുണ്ട്. ഓസോൺ ദിനമെന്നാണ് സെപ്റ്റംബർ 16. അടുത്തത് മൂന്നാമത്തെ അന്തരീക്ഷ പാളിയായിട്ടുള്ള മിസോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ ഏകദേശം 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ പാളിയാണ് മിസോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലായിട്ട് 50 കിലോമീറ്റർ. ഇവിടെ ഉയരം കൂടുന്തോറും താപം കുറയുന്ന പ്രതിഭാസമുണ്ട്. അതുകൊണ്ട് തന്നെ താപം കുറഞ്ഞ അന്തരീക്ഷ പാളി ചോദിച്ചാൽ അത് മിസോസ്ഫിയർ ആണ്. 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെയാണ് മിസോസ്ഫിയറിൻ്റെ കനം എന്ന് പറയുന്നത്. ഈ ഭാഗത്തെ താപനില -80 ഡിഗ്രി എന്ന തോതിൽ കുറഞ്ഞു വരുന്നു. ഉൽക്കകളൊക്കെ കത്തി നശിക്കുന്നത് ഏത് ഭാഗത്താണ്? ഈ മിസോസ്ഫിയറിലാണ്. അതുമാത്രമല്ല, അയണോസ്ഫിയറിനെയും മിസോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്നത് മിസോപാസ് ആണ്. മിസോപാസ്. അടുത്തത് അയണോസ്ഫിയർ അഥവാ തെർമോസ്ഫിയർ ആണ്. മിസോപാസിന് ശേഷം അയണോസ്ഫിയർ മണ്ഡലം ആരംഭിക്കുന്നത്. 80 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത്. ഈ ഒരു അന്തരീക്ഷ പാളിയെക്കുറിച്ച് ആദ്യമായി അറിവ് ലഭിച്ചത് റേഡിയോ തരംഗങ്ങളിലൂടെയാണ്. കെന്നലി, ഹെവിസൈഡ് എന്നീ ശാസ്ത്രജ്ഞന്മാരാണ് ഈ ഒരു അയണോസ്ഫിയറിൻ്റെ മണ്ഡലത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഹെവിസൈഡ് കെന്നലി ലെയർ എന്ന പേരിലും ഈ മേഖല അറിയപ്പെടുന്നുണ്ട്. തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്താണ് പോസിറ്റീവ് കണങ്ങളുള്ള അയോണുകൾ കാണുന്നത് കൊണ്ട് അതിനെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. റേഡിയോ പ്രക്ഷേപം സാധ്യമാകുന്നത് അയണോസ്ഫിയറിൻ്റെ പ്രസൻസ് കൊണ്ടാണ്. അൾട്രാ വയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു. ഈ ഒരു പ്രക്രിയയാണ് അയോണീകരണം. ഈ പ്രവർത്തനം നടക്കുന്ന മണ്ഡലമായതുകൊണ്ടാണ് അയണോസ്ഫിയർ എന്ന പേര് തെർമോസ്ഫിയറിൻ്റെ താഴെ ഭാഗത്ത്, അതായത് താഴെ വിതാനങ്ങൾക്ക് വരാൻ കാരണം. അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും. റേഡിയോ തരംഗങ്ങൾ വൈദ്യുത കാന്തിക തരംഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖല റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്ന മണ്ഡലമാണ്, അല്ലെങ്കിൽ അന്തരീക്ഷ പാളിയാണ്. അടുത്തത് എക്സോസ്ഫിയർ. അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന മണ്ഡലം, അതായത് ഹെട്രോസ്ഫിയറിൻ്റെ ഭാഗമായിട്ടാണ് എക്സോസ്ഫിയർ. ഏകദേശം 400 കിലോമീറ്റർ ഉയരം വരെയാണ് ഈ മേഖല വ്യാപിച്ചിരിക്കുന്നത്. ഇവയുടെ പരിധി എന്ന് പറയുന്നത് 10,000 കിലോമീറ്റർ ഉയരം വരെയാണ്. അതുമാത്രമല്ല, ഈ മേഖലയിൽ അന്തരീക്ഷ സാന്ദ്രത വളരെ കുറവായിരിക്കും. ഹൈഡ്രജൻ്റെയും ഹീലിയത്തിൻ്റെയും സാന്നിധ്യം ഈ മേഖലയിൽ അനുഭവപ്പെടുന്നുണ്ട്. ഉയർന്ന മേഖലയിൽ അന്തരീക്ഷ ഊഷ്മാവ് 5600 ഡിഗ്രി സെൽഷ്യസ് വരെ ഈ ഭാഗത്ത് ഉയരാറുണ്ട്.
ഇനി ഈ എക്സോസ്ഫിയർ ഹെട്രോസ്ഫിയറിൻ്റെ ഭാഗമാണ്. ഇവിടെ ശരിക്കും നൈട്രജൻ പാളി, ഹീലിയം പാളി, ഹൈഡ്രജൻ പാളി എന്നിങ്ങനെ വിവിധ പാളികളായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നൈട്രജൻ പാളി 90 കിലോമീറ്റർ മുതൽ ഏകദേശം 200 കിലോമീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നൈട്രജൻ പാളിക്ക് മുകളിലായിട്ട് ഏകദേശം 1100 കിലോമീറ്റർ ഉയരത്തിൽ വരെയാണ് ആറ്റോമിക് ഓക്സിജൻ പാളി സ്ഥിതി ചെയ്യുന്നത്. അതിന് മുകളിലായിട്ട് ഏകദേശം 3500 കിലോമീറ്റർ ഉയരം വരെ ഹീലിയം വാതകം അടങ്ങിയ ഹീലിയം പാളിയാണ്. ഹീലിയം പാളിക്ക് മുകളിലായിട്ട് ഏറ്റവും മുകളിലായിട്ടാണ് ഹൈഡ്രജൻ പാളി. ഏകദേശം 10,000 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്നു. ഹെട്രോസ്ഫിയറിൻ്റെ താഴെ തട്ടിൽ ഏതാണ് നൈട്രജനും ഭാരം കുറഞ്ഞ ഹൈഡ്രജൻ ഏറ്റവും ഉയർന്ന ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് പ്രധാനമായിട്ടും അന്തരീക്ഷ പാളികളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അന്തരീക്ഷ പാളി ഓരോ പാളികളുടെയും പ്രത്യേകതയും കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. താങ്ക്